2018 ഡിസംബർ 14 മലയാളത്തിലെ ഏറ്റവും അധികം ഹൈപ്പ് ജനറേറ്റ് ചെയ്ത ചിത്രങ്ങളിലൊന്ന് റിലീസാകുന്നു. ആവേശഭരിതരായി തിയേറ്ററിൽ പോയ മോഹൻലാൽ ഫാൻസ് നിരാശരായി തിയേറ്ററിൽ നിന്നും മടങ്ങുന്നു. ട്രോളുകളും കളിയാക്കലുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു. പക്ഷേ പ്രേക്ഷകരും ആരാധകരും ഒരുപോലെ കാത്തിരുന്ന മറ്റൊരു ചിത്രമുണ്ടായിരുന്നു. 3 മാസങ്ങൾക്കപ്പുറം പൃഥ്വിരാജ് സുകുമാരന്റെ ആദ്യ സംവിധാന സംരംഭമായി ലൂസിഫർ റിലീസ് ചെയ്തപ്പോൾ നടന്നതെല്ലാം ചരിത്രം. ഈ നാടിനെ പത്തിവരിച്ച് കാക്കാനും ഒറ്റക്കൊത്തിന് തീർക്കാനും ശേഷിയുള്ള രാജവെമ്പാൻ ഒരേ ഒരു രാജ. ടിയാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് മുരളി ഗോപി പൃഥ്വിരാജിനോട് പറഞ്ഞ കഥ. ആ കഥയ്ക്ക് നൽകിയത് രാജേഷ് പിള്ള സംവിധാനം ചെയ്യാനിരുന്ന മുരളി ഗോപി ചിത്രത്തിന്റെ ടൈറ്റിലും. അതായിരുന്നു ലൂസിഫറിന്റെ തുടക്കം. 2017 തുടങ്ങിയ പ്രീ പ്രൊഡക്ഷൻ, 2018 ജൂലൈയിൽ ആദ്യ ഷോട്ടോടുകൂടി തുടങ്ങിയ ചിത്രീകരണം, 2019 ജനുവരിയിൽ പാക്കപ്പ്, മാർച്ചിൽ റിലീസ്. ആദ്യ ഷോ കഴിഞ്ഞതും കേരളം ഒട്ടാകെ ലൂസിഫർ മയം. 4 ദിവസം കൊണ്ട് 50 കോടി കളക്ഷൻ, 8 ദിവസം കൊണ്ട് 100 കോടി. സിനിമയുടെ ടോട്ടൽ ബിസിനസ് 200 കോടിക്ക് അടുത്തു. എല്ലാ തരത്തിലുമുള്ള മൈൽ സ്റ്റോണുകൾ അടിച്ചു തകർത്ത് പഞ്ചറാക്കിയ മോഹൻലാൽ പൃഥ്വിരാജ് മുരളി ഗോപി കോംബോ. എന്തായിരിക്കും ലൂസിഫറിന്റെ വലിയ സക്സസിന് കാരണം? എന്തായിരിക്കും ആ മാജിക്കൽ റെസിപ്പി? സ്റ്റാർഡം ഈസ് റിയൽ എന്നതിന്റെ ഡെഫിനിഷനായും ലൂസിഫറിന്റെ സക്സസിനെ കൂട്ടി വായിക്കാം. മോഹൻലാൽ എന്ന ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ. പുലിമുരുകന് ശേഷം ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാതിരുന്ന കുറച്ച് നാളുകൾ. അവിടെയാണ് സ്റ്റീഫൻ നെടുമ്പള്ളി വരുന്നത്. മോഹൻലാൽ ചേരുവകളും ഫോർമുലകളും സമാസമം ചാലിച്ചൊരുക്കിയ ക്യാരക്ടർ, മുണ്ട് മടക്കി കുത്തിയുള്ള ഇടി, വലിയൊരു ക്രൗഡിൻ്റെ നായകൻ, വീക്കറായി തുടങ്ങി ഹൈ അഡ്രിനാലിൻ പമ്പിങ് തരുന്ന സിനിമാറ്റിക് സെറ്റ് പീസുകൾ. തിയേറ്ററിൽ സ്റ്റീഫനെയും മോഹൻലാലിനെയും ഒരുപോലെ ആഘോഷിച്ചു. കേരള പൊളിറ്റിക്സ് സിനിമയുടെ ബാക്ക്ഡ്രോപ്പായി വന്നത് സിനിമയെ കൂടുതൽ റൂട്ടഡ് ആക്കി. മലയോര മേഖലയിലെ പൊതുപ്രവർത്തകനായിട്ടുള്ള സട്ടിൽ മോഹൻലാൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കാൻ രസമായിരുന്നു. ബ്ലാക്ക് വിൻറ്റേജ് അംബാസഡറും വൈറ്റ് ആൻഡ് വൈറ്റ് ഡ്രസ് കോഡും ക്യാരക്ടറിനെ സപ്പോർട്ട് ചെയ്തു. ഇൻഡസ്ട്രിയിൽ വന്നതിന്റെ 17ാം വർഷമാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധായകനായി അരങ്ങേറ്റം കുറിക്കുന്നത്. 100-ലധികം സിനിമകളുടെ അനുഭവ സമ്പത്ത് തന്നെയായിരിക്കണം പൃഥ്വിരാജിന്റെ കോൺഫിഡൻസ്. സിനിമ പ്രഖ്യാപിച്ച സമയം മുതൽ ഉടലെടുത്ത ഹൈപ്പിൽ 2 പ്രധാനപ്പെട്ട താരങ്ങളുടെ മേക്കർ ആക്ടർ കോമ്പിനേഷനും പ്രധാനപ്പെട്ടതായിരുന്നു. ഷാജി കൈലാസ്, മണിരത്നം സിനിമകൾക്ക് പൃഥ്വിരാജ് പലതവണ ക്രെഡിറ്റ് കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആസ് എ മേക്കർ അവരുടെ ലാർജ് സ്കെയിൽ സിനിമകൾ, പ്രത്യേകിച്ച് ഷാജി കൈലാസിന്റെ പൊളിറ്റിക്കൽ ത്രില്ലറുകൾ, അത്തരം സിനിമകളുടെ ഷോർട്ട് പ്ലാനിംഗ് അടക്കമുള്ളവ ഇൻസ്പിറേഷൻ ആണെന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ലൂസിഫറിന് ഒരുക്കിയെടുത്ത ശൈലിയും ഗംഭീര തിയേറ്റർ അനുഭവമാണ് പ്രേക്ഷകർക്ക് നൽകിയത്. അത്തരമൊരു എക്സ്പീരിയൻസ് പ്രേക്ഷകർ ഡിമാൻഡ് ചെയ്യുകയും തിയേറ്ററിലേക്ക് ഓടിയെത്തുകയും ചെയ്തു. ലാർജർ ദാൻ ലൈഫ് മൊമെന്റുകൾ സിനിമയുടെ ഒരുക്കുന്നതിനൊപ്പം ഒരു തവണ പോലും സിനിമയുടെ കോർ ഐഡിയയിൽ നിന്ന് മാറി നിന്നിരുന്നില്ല. പൃഥ്വിരാജ് എന്ന സംവിധായകൻ കയ്യടി അർഹിക്കുന്നതും അവിടെയാണ്. തുടക്കത്തിൽ പറഞ്ഞ സറ്റിലിറ്റിയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് സ്റ്റീഫൻ എന്ന ക്യാരക്ടറിന്റെ ഡിസൈനും. അവിടെയും ഒരു ഫിലിം മേക്കറിന്റെ മിടുക്ക് വിസിബിൾ ആണ്. വിഷ്വൽ ഡിസൈൻ ഇന്റർനാഷണൽ ആക്കിയ സുജിത് വാസുദേവിന്റെ സിനിമാറ്റോഗ്രാഫി, 3 വ്യത്യസ്ത ടെറൈനും മൾട്ടിപ്പിൾ ലൊക്കേഷനുകളും സിനിമയുടെ സ്വഭാവത്തിൽ നിന്നും ഒരിക്കൽ പോലും വേറിട്ട് നിൽക്കരുതെന്നുള്ള കൺവിക്ഷൻ സിനിമയുടെ ടോട്ടൽ ഫോട്ടോഗ്രാഫിക്ക് ഉണ്ടായിരുന്നു. ദീപക് ദേവിന്റെ മ്യൂസിക്കും സംജിത് മുഹമ്മദിന്റെ എഡിറ്റിംഗും ബിഗ് ടിക്കറ്റ് സിനിമയെ പ്രേക്ഷകരുടെ പേഴ്സണൽ സിനിമയാക്കി മാറ്റി. വേൾഡ് ബിൽഡിംഗ് വിശ്വസനീയമാക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് തോന്നിയിട്ടുണ്ട്. കഥയിലും തിരക്കഥയിലും സംഭാഷണങ്ങളിലുമുള്ള മുരളി ഗോപിയുടെ മുറുക്കിയ എഴുത്ത്, ഇടുക്കിയിൽ നിന്നും തുടങ്ങി രാജ്യാതിർത്തികൾ വരെ താണ്ടിയ സ്റ്റോറി നറേറ്റീവും നിരവധി പുനർവായനകൾക്ക് വിധേയമായ തിരക്കഥയിലെ ഹിൻ ഡ്രോപ്പുകളും നോട്ട് സോ നോർമൽ സിനിമയാക്കി ലൂസിഫറിനെ മാറ്റി. ലൂസിഫർ ഒരു ഫ്രാഞ്ചൈസി ആയിരിക്കുമെന്നും ആ ഫ്രാഞ്ചൈസി ഒരു ട്രിലജി ആകുമെന്നും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ലൂസിഫറിന്റെ ക്ലൈമാക്സിന് ശേഷം വന്ന ടെയിലെൻഡും സ്റ്റീഫൻ അബ്രാം ഖുറേഷി ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനും സർപ്രൈസ് പാക്കേജ് ആയിരുന്നു. അതിനൊപ്പം തന്നെ ഇലുമിനാറ്റി റെഫറൻസുകളും ഇനി വരാൻ പോകുന്ന എമ്പുരാനുള്ള ഹൈപ്പ് ജനറേഷന് കാരണമായിട്ടുണ്ട്. എന്താണ് ഇലുമിനാറ്റി? ഇലുമിനാറ്റി എന്താണ് നിങ്ങൾക്കറിയോ ഇലുമിനാറ്റി എന്താണെന്ന്? ഇലുമിനാറ്റി പോലെ ഒരു സീക്രട്ട് കളക്റ്റീവിന്റെ ഭാഗമാണോ സ്റ്റീഫൻ എന്ന തരത്തിലുള്ള എക്സൈറ്റ്മെന്റുകളും പ്രേക്ഷകർക്കുണ്ട്. 27-ാം തീയതി എമ്പുരാൻ റിലീസിന് മുന്നോടിയായി 20-ന് ലൂസിഫർ റീ റിലീസ് ചെയ്യുമ്പോൾ ഒരു തവണ കൂടി തിയേറ്റർ എക്സ്പീരിയൻസ് എന്നത് നല്ലൊരു ചോയ്സ് ആണെന്ന് തോന്നുന്നു. ഒരിക്കൽ കൂടി കാണാം, പുതിയ ഹിഡൻ ഡീറ്റെയിലുകൾ കണ്ടുപിടിക്കാം.